ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രേവതിയുടെ ജീവിതം തകിടം മറിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. രേവതിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ വാർത്ത കേൾക്കുന്നതോടുകൂടി തരിപ്പണമാവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രവീന്ദ്രൻ ഒരു ദിവസം സച്ചിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ സച്ചി, എനിക്ക് നിന്നോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം പറയുമ്പോൾ നീ എനിക്ക് അതിൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛനൊന്ന് ക്ലിയർ ആയിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുവാണ്, എടാ എനിക്കിനി എത്ര നാളുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛൻ എവിടെ പോവാനാ? അച്ഛനൊന്നും സംഭവിക്കാനും പോകുന്നില്ല, അച്ഛൻ മരിക്കാനും പോകുന്നില്ല, ഇങ്ങനത്തെ വർത്താനൊന്നും ഇനി ഒരിക്കലും പറയരുതട്ടോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി, നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് എനിക്ക് കൊഞ്ചിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞിനെ വേണം എന്നൊക്കെ, പക്ഷേ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാനുള്ളൊരവസ്ഥയിലല്ല ഞാനും രേവതിയും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി, കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ടാവും എന്നും പറഞ്ഞ് എന്തിൻ്റെ പേരിലായാലും ഒരു കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ നാളത്തേക്ക് നീട്ടി വെച്ചുകൊണ്ട് പോകരുത്. ഇപ്പോൾ തന്നെ എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് മോനെ. ഇങ്ങനെ നീട്ടി പോയാൽ ഒടുക്കം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ലെന്നൊക്കെ വരാം. കുഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതൊന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റി വെക്കരുതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ഉപദേശിക്കുന്നുണ്ട് രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കറിയാച്ചാ, എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ എൻ്റെ അവസ്ഥ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവസ്ഥയൊക്കെ മാറി മറിയും മോനെ, ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാവും, എനിക്ക് കാണണമാടാ നിൻ്റെ കുഞ്ഞിനെ, എനിക്കതിനെ കൊഞ്ചിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. രവീന്ദ്രൻ്റെ കണ്ണും നിറഞ്ഞിരിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ വിഷമിക്കാതെ, ഞാൻ രേവതിയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ന് തന്നെ സംസാരിക്കാം, അച്ഛൻ്റെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചു തരും എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രവീന്ദ്രനും ഒരു ആശ്വാസമായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നിട്ട് മുറിയിലോട്ടെത്തിയ സച്ചി നമ്മുടെ രേവതിയോട് ഇക്കാര്യം പറയുന്നുണ്ട്, രേവതി, ഇന്ന് അച്ഛൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം എന്നോട് പറഞ്ഞു, നമുക്കത് നിറവേറ്റി കൊടുക്കണം രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടൻ കാര്യം എന്താന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി, അച്ഛന് നമ്മുടെ ഒരു കുഞ്ഞിനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, അച്ഛൻ ആ കുഞ്ഞിനെ കൊഞ്ചിക്കണം രേവതി, നമുക്ക് ആ ഒരു സമ്മാനം അച്ഛൻ്റെ മടിയിൽ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഒന്നും മിണ്ടാതെ വിഷമിച്ച് തലയും കുമ്പിട്ട് നിൽക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതി ഒന്നും മിണ്ടാത്തെ? ഞാൻ ഓർത്തു നീ ഈ കാര്യം കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, കുഞ്ഞ് വേണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെയുണ്ട്, പക്ഷേ നമ്മുടെ അവസ്ഥ അത് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ സച്ചിയേട്ടൻ അറിയാലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്കറിയാം രേവതി, പക്ഷേ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ കുഞ്ഞിനെ അച്ഛൻ്റെ മടിയിലിരുത്തി കൊഞ്ചിക്കണം, അവനെ വളർത്തി വലുതാക്കണം, ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കണം, നമുക്കത് സാധിപ്പിച്ച് കൊടുക്കാം രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര ഇൻട്രസ്റ്റിലാവുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അച്ഛൻ അത് പറയുന്നത് വരെ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള ചിന്ത എൻ്റെ തലയിലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കും ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നു രേവതി, ഒരു കുഞ്ഞ് വേണം നമുക്കെന്നൊക്കെ സച്ചി പറയുവാണ് രേവതിയോട്. ഇനി എത്ര നാൾ നമ്മളിത് നീട്ടി കൊണ്ടുപോകാനാ, ഇനി നീട്ടൊന്നും വേണ്ട എന്ന് പറയുവാണ്. രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഓർത്തു അച്ഛൻ ഇക്കാര്യം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോഴേക്കും നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന്, പക്ഷെ നിൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലല്ലോ, എന്താ വിഷമിച്ചിരിക്കുന്നേ, നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എനിക്കും ആഗ്രഹം ഒരു കുഞ്ഞ് വേണമെന്ന്, അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, നമ്മളെ അമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞ് വേണം, പക്ഷേ അതിന് പറ്റിയ സമയം ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നന്നായിട്ട് നോക്കൂ എന്നുള്ള കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുവേ, അങ്ങനെയൊന്നും പറയല്ലേ സച്ചിയേട്ടൻ ഞങ്ങളെ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, ഞങ്ങൾക്കൊരു വിഷമം പോലും വരുത്താതെ സച്ചിയേട്ടൻ നോക്കും. പക്ഷേ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ഒരു പക്ഷി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുവാണേ, അല്ല സച്ചിയേട്ടാ, അമ്മ നമുക്ക് എന്ത് വിലയാ തരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ സച്ചിയേട്ടൻ അറിയാലോ, സച്ചിയേട്ടനെ അമ്മ ഇതുവരെ ഒരു മകനായി കണ്ടിട്ടില്ല, എന്നെ ഒരു മരുമോളായിട്ടും പോലും കണ്ടിട്ടില്ല, എപ്പോഴും എന്നെ കിട്ടുന്നവളെന്നും സച്ചിയേട്ടനെ കാർ ഓടിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാറല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഭയങ്കര ഇമോഷണൽ ആവുകയാണേ, സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് നമ്മളെപ്പോഴും മൂന്നാമതൊരാളാണ്, എന്നെ കിട്ടിയത് കൊണ്ട് നിനക്കും ആ ഒരവസ്ഥയാണ് രേവതി എന്നൊക്കെ സച്ചി പറഞ്ഞ് സങ്കടപ്പെടുവാണ്. അപ്പോൾ രേവതി ഭയങ്കര വിഷമത്തോടെ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇങ്ങനെ
ഇങ്ങനെയുള്ള ഈ സമയത്ത് നമുക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനെയും അമ്മ അതേ കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ. ആ കുഞ്ഞിനോടൊരു തരി സ്നേഹം പോലും അമ്മയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി വേവലാതിപ്പെടുവാണ്. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സങ്കടമാവുകയാണ്. കുറച്ചു നേരത്തേക്ക് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും, പക്ഷേ അമ്മ മാത്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രേവതി പറയുന്നുണ്ട്. ഇത്രയും നാളായിട്ടും അമ്മയുടെ സ്നേഹം എന്താണെന്ന് സച്ചിയേട്ടൻ അറിഞ്ഞിട്ടില്ല, അമ്മ അത് തന്നിട്ടില്ല എന്നൊക്കെ രേവതി പറയുവാണ്. അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, ഇനി അത് കിട്ടുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല രേവതി. നീ പറഞ്ഞതുപോലെ തന്നെ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെയും അമ്മ സ്നേഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ് സച്ചി വിഷമിക്കുവാണ്. സ്നേഹം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സച്ചിയേട്ടാ, പക്ഷേ നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട അംഗീകാരവും വിലയും മതിപ്പും ഈ വീട്ടിലുണ്ടാവണം. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ജീവിതത്തിൽ മുന്നേറണം. ഞാൻ എൻ്റെ ബിസിനസ്സിലും സച്ചിയേട്ടൻ്റെ ട്രാവൽ ഏജൻസി ആയിട്ടും നല്ലതുപോലെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി നമുക്കെന്ന് പറഞ്ഞൊരു വിലയുണ്ടാവുന്ന സമയത്ത് മതി സച്ചിയേട്ടൻ നമുക്കൊരു കുഞ്ഞെന്ന് പറഞ്ഞിട്ട് സച്ചിയെ നോക്കുന്നുണ്ട് രേവതി. എന്നിട്ട് ചോദിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, നമ്മളെ ആരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വില തന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആ ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് നീ വിചാരിച്ചില്ലേ, അതാണ് ഒരു അമ്മയുടെ സ്നേഹം. എനിക്കിതുപോലെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ, ഞാൻ എന്തൊരു മണ്ടനാന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷമിക്കുവാണ്. ഞാനും നീയും ഒരുപാട് ഈ വീട്ടിൽ അപമാനപ്പെട്ടിട്ടുണ്ട്, ആ ഒരവസ്ഥ നമ്മുടെ കുഞ്ഞിന് ഉണ്ടാവാൻ പാടില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ സംസാരിക്കുവാണ്. സച്ചിയേട്ടനെ ഞാൻ പറഞ്ഞത് വിഷമമായോ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒരിക്കലില്ല രേവതി, നീ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, നമ്മൾക്കെന്ന് പറഞ്ഞൊരു സ്ഥാനം ഈ വീട്ടിലുണ്ടാവട്ടെ, എന്നിട്ട് മതി കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ രേവതിക്ക് ഒരു വലിയൊരു ഓർഡർ കിട്ടുവാണ്. ആ ഓർഡർ കിട്ടുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറി മറിയുവാണ്. രേവതി പറയുന്നുണ്ട് സച്ചിനോട്, സച്ചിയേട്ടാ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരാൻ പോവാ, നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് തന്നെ പോകാൻ പോവാ, ഇനി ഉയർച്ചയിലോട്ടായിരിക്കും നമ്മുടെ പോക്ക്. അപ്പോൾ സച്ചിക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ രേവതി കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി നമുക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യം നീട്ടിക്കൊണ്ട് പോകേണ്ട സച്ചിയേട്ടാ, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൂടി വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് അതിൽ കൂടുതൽ സന്തോഷമാവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സച്ചിൻ രേവതിയും. അങ്ങനെ ഒരു ദിവസം ഈ രേവതി പൂ കൊടുക്കാൻ വേണ്ടി പോകുന്ന ടൈമിൽ റോട്ടിൽ വെച്ച് പെട്ടെന്ന് രേവതിക്കൊരു വയറുവേദന വരുവാണ്. വയറുവേദന എന്ന് വെച്ചാൽ സാധാരണ വയറുവേദനയൊന്നുമല്ല, രേവതി അങ്ങനെ അവിടെ വീണ് പോവാണ്. വയറ്റിൽ കൈവച്ച് ഭയങ്കര നിലവിളിയാണ് കേട്ടോ റോട്ടിൽ. അപ്പോൾ അവിടെ എല്ലാവരും കൂടി രേവതിയെ എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടാണ് രേവതിയെ കൊണ്ടുപോകുന്നത്. രേവതിയെ കാണുന്നതും ദേവ് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും കൂടിയിരിക്കുന്നവർ പറയുന്നുണ്ട്, പെട്ടെന്ന് വയറുവേദന വന്ന് വീണു, ഒട്ടും വയ്യെന്നാ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി ചെറിയ വേദനയൊക്കെ സഹിക്കും, ഇത് മുഖം കണ്ടാലറിയാം, ചേച്ചിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്താ ചേച്ചി പെട്ടെന്ന് എന്തു പറ്റിയെന്നൊക്കെ ദേവും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വീൽ ചെയറുമായിട്ട് ആളുകളൊക്കെ വന്നിട്ട് രേവതിയെ വീൽ ചെയറിലിരുത്തി ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വിവരം അപ്പോൾ തന്നെ ദേവു സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്. കേട്ടപാടെ സച്ചി ഓടി വരുവാണ് ഹോസ്പിറ്റലിലോട്ട്. എന്തു പറ്റി എൻ്റെ രേവതിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചിയെ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുക സച്ചിയേട്ടാ, ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തോട്ട് വന്ന് പറയുന്നുണ്ട്, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്ന് സ്കാൻ ചെയ്തും കൂടി നോക്കണം, ഞങ്ങൾ സ്കാനിങ് റൂമിലോട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുവാണ്. സച്ചിയാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല, സച്ചിക്ക് ഭയങ്കര ടെൻഷനാവാണ്. ഡോക്ടർ, അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ രേവതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും റിപ്പോർട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൂട്ടി സ്കാനിങ് റൂമിലോട്ട് കൊണ്ടുപോവാണ്. സ്കാനൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇഞ്ചക്ഷൻ എടുത്തതിനാൽ തന്നെ രേവതിയുടെ വേദനയൊക്കെ കുറച്ച് കുറയുന്നുണ്ട്. എന്നിട്ട് സച്ചിയും രേവതിയും ദേവും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി റിപ്പോർട്ട് റെഡിയാകുമ്പോഴേക്കും കയറുവാണ്. ഡോക്ടറെ കാണുന്നതും സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, രേവതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ, എന്തായിരുന്നു ആ വയറുവേദന, ഫുഡ് കഴിച്ചത് പിടിക്കാനിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല സച്ചി, സ്കാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതിക്കും സച്ചിക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്. കുഴപ്പമോ, എന്ത് കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ഭയങ്കര സങ്കടത്തോടെ തന്നെ ആ വാർത്ത അറിയിക്കുന്നുണ്ട്. രേവതിയുടെ യൂട്രസിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും ഭയങ്കര ഷോക്കാവുകയാണ്. കുറച്ചു നേരം അവരൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ ഡോക്ടർ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, രേവതിക്ക് വല്ല ആക്സിഡൻറ്റ് വല്ലതും സംഭവിച്ചായിരുന്നോ ഈ അടുത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ സച്ചിൻ രേവതിയും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും പറഞ്ഞോ ഡോക്ടർ, എൻ്റെ യൂട്രസിന് എന്ത് കംപ്ലൈൻറ്റാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, രേവതി ഞാൻ ഈ പറയുന്നത് നിങ്ങളെ വിഷമമാവുമെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും എനിക്ക് പറയാതെ വയ്യ, ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞോളാം. രേവതിയുടെ യൂട്രസിനും ഫെലോപ്പിയൻ ട്യൂബിലും ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ആ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രേവതിക്ക് നോർമലായിട്ട് ഗർഭം ധരിക്കാൻ
പറ്റില്ല, പറ്റില്ല എന്നല്ല, അതിനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് പറയുവാണ് ഡോക്ടർ. അത് കേൾക്കുമ്പോഴേക്കും ആകെ തകർന്നു പോവാണ് സച്ചിയും രേവതിയും. കാരണം അവർക്ക് ഇത്രയും നാൾ കുഞ്ഞെന്ന് പറഞ്ഞുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു ആഗ്രഹം വന്നപ്പോഴേക്കും ഇങ്ങനെയൊരു വാർത്ത കേട്ടതും ഇവർക്ക് ഭയങ്കര ഷോക്കാവുകയാണത്. ഡോക്ടറുടെ മുന്നിൽ വെച്ച് രേവതി പൊട്ടിക്കരയുവാണ്. ഡോക്ടറും സച്ചിയും കൂടി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് രേവതിയെ. പക്ഷേ രേവതി കരച്ചിൽ നിർത്തുന്നില്ലേ. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നല്ല ഡോക്ടർ പറഞ്ഞത്, അതെന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാൻ പറ്റും സച്ചിയേട്ടാന്ന് പറഞ്ഞ് കരയുവാണ് രേവതി. സച്ചി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇതിന് വല്ല മരുന്നുണ്ടോ, എന്തെങ്കിലും സർജറി ചെയ്താൽ ശരിയാവോ, എത്ര ലക്ഷം രൂപ ആയാലും കുഴപ്പമില്ല ഡോക്ടർ, നമുക്കിത് മാറ്റിയെടുക്കണം എന്ന് സച്ചി പറയുമ്പോൾ ദേവും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ വല്ല സർജറി ചെയ്താൽ ശരിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആദ്യം ഒന്ന് റിലാക്സ് ആവുക, ഫലോപ്പിയൻ ട്യൂബിലെ ആ ബ്ലോക്ക് നമുക്കൊരു ലാപ്രോസ്കോപ്പി സർജറി കൊണ്ട് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡാ, ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യത്തില്ല, സ്പെഷ്യലിസ്റ്റേ ചെയ്യത്തുള്ളൂ. അടുത്ത ആഴ്ച ഒരു സ്പെഷ്യലിസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാം എന്നൊക്കെ സച്ചിയോടും രേവതിയോടും പറയുവാണ് ഡോക്ടർ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആ ഡോക്ടർ നിങ്ങളുമായിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തൽക്കാലത്തേക്ക് രേവതിക്ക് കുറച്ച് ടാബ്ലറ്റൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഡോക്ടർ. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും രേവതി വീണ്ടും പൊട്ടിക്കരയുവാണ്. അപ്പോൾ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, അടുത്ത ആഴ്ച നമുക്ക് ആ ഡോക്ടറെ വന്ന് കാണാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല, എനിക്കൊരു അമ്മയാകാൻ സാധിക്കില്ല, സച്ചിയേട്ടന് വേണ്ടി ഒരു കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ്. ദേവവും രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, ചേച്ചി വിഷമിക്കണ്ട, ഇതിനുവേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വരുന്ന സീനിയർ ഡോക്ടറെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ കേസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാ, ചേച്ചി വിഷമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് കുഞ്ഞിനെ തരാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ രേവതി, ഇങ്ങനത്തെ സമയത്ത് നമ്മൾ മനോധൈര്യം കൈവിടാൻ പാടില്ല, നിന്നെ അമ്മയെന്നും എന്നെ അച്ഛ എന്നും വിളിക്കാൻ ഒരു കുഞ്ഞ് എന്തായാലും വരും, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് രേവതിയെ പയ്യെ പിടിച്ചുകൊണ്ടും ദേവും സച്ചിയും കൂടി കാറിൻ്റെ അടുത്തോട്ടും കൊണ്ടുപോവാണ്. ഈ ടൈമിൽ നമ്മുടെ ചന്ദ്ര അതിലേക്കൂടി ഒരു ഓട്ടോയിൽ പാസ് ചെയ്ത് പോവാണ്. ചന്ദ്രയെ ഇവർ കാണുന്നില്ലേ, പക്ഷെ ചന്ദ്ര ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവരുന്നതൊക്കെ ചന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോഴേക്കും മറ്റേണിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ ചന്ദ്രക്ക് ടെൻഷൻ ആവുകയാണ്, ഇവളെന്താ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്, രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എന്തോ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുവാണ്. എന്നിട്ട് സച്ചിയും രേവതിയും കൂടി കാറിൽ കയറി പോകുമ്പോഴേക്കും ചന്ദ്ര ഓടി ദേവുവിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എടി എന്തിനാടി നിൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നതെന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ഡോക്ടറെ കാണാൻ വന്നതാന്ന് പറയുവാണ്. അല്ല, ഇത് മറ്റേണിറ്റി പ്രസവത്തിൻ്റെ ഹോസ്പിറ്റലല്ലേ, ഇവിടെ എന്തിനാ നിൻ്റെ ചേച്ചി വന്നത്, ചേച്ചിക്ക് എന്താ വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, വിശേഷമായവർ മാത്രമല്ല ഇവിടെ അല്ലാത്ത പേഷ്യൻസും വരാറുണ്ട്, ചേച്ചി വയറുവേദനയായിട്ട് വന്നതാ, മരുന്ന് മേടിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്നോട് കള്ളം പറയുവാണെന്ന് എനിക്കറിയാം, അവൾക്ക് വിശേഷമുണ്ട് അല്ലേടി എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അതൊന്നും അല്ല, വയറുവേദനയായിട്ടാണ് വന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഞാനേ അവരോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യത്തിൽ ഓട്ടോയിൽ കയറി ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. ചന്ദ്രോദയത്തിലോട്ട് പോകുമ്പോഴേക്കും സച്ചിയും രേവതി ഭയങ്കര ക്ഷീണിച്ചിങ്ങനെ വന്ന് കയറുവാണ്. അപ്പോഴേക്കും ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇവരെ ഇന്ന് പ്രസവത്തിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു, ഇവരെന്തിനാ ആ ഹോസ്പിറ്റലിലോട്ട് പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് അച്ഛനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം, എന്നോട് ചോദിക്കുമെന്ന് പറയുവാണ്. എന്ത് പറ്റിയടാ, എന്തിനാ നീ ഹോസ്പിറ്റലിൽ പോയത്, രേവതി മോളുടെ മുഖമൊക്കെ വല്ലാതിരിപ്പുണ്ടല്ലോ, എന്താ കാര്യം എന്ന് സച്ചിനോട് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു, അപ്പോൾ കാണിക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വിട്ടുകൊടുക്കുന്നില്ലേ, ഇല്ല ഇതൊന്നുമല്ല കാര്യം, വേറെ എന്തോ ഉണ്ട്, ഇവർ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുവാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട്, അവരെന്തോ മറച്ചു വെക്കാനാ, വയറുവേദനയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വയറുവേദനയൊന്നല്ല, എനിക്ക് സംശയമുണ്ട് ഇവള് ഗർഭിണിയാണോ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. ആ വിവരം ഇവർ നമ്മളിൽ നിന്നും മറച്ചു വെച്ചാൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിയെ നോക്കി പൊട്ടിക്കരയുവാണ്. നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത്, അത് അങ്ങനെ ഒരു നല്ല വാർത്തയുണ്ടെങ്കിൽ ഇവരെന്തിനാ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നത്, നമ്മളോടത് പറയില്ലേ, നീ എന്തൊക്കെ മണ്ടത്തരവാ ചന്ദ്ര വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറയുന്നത് മണ്ടത്തരമൊന്നുമല്ല, ഇവരങ്ങനെ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊന്നും ആവണ്ട, ഇവള് ഗർഭിണിയും ആവണ്ട എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ രേവതിയെ നോക്കി പറയുവാണ്. എന്താ ചന്ദ്ര നീ പറയുന്നത്, നിനക്ക് നാണമില്ലേ, നിന്റെ ബോധമൊക്കെ പോയോ എന്ന്
പറഞ്ഞ് രവീന്ദ്രൻ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ ശ്രുതിക്ക് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് മതി ഇവിടെ വേറെ ആർക്കും കുഞ്ഞ് ജനിക്കാൻ, പൂക്കാരിയുടെ കുഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിൽ ജനിക്കണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും രവീന്ദ്രനും കൂടി ചന്ദ്രയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. രേവതി കരഞ്ഞുകൊണ്ട് മുറിയിലോട്ട് ഓടിപ്പോവാണ്. ഒന്നാം തന്നെ രേവതി ആകെ തളർന്നിരിക്കുവാണ് ആ വാർത്ത കേട്ടപ്പോൾ. അതിൻ്റെ കൂടെ ചന്ദ്രയുടെ ഇങ്ങനത്തെ വർത്തമാനം കൂടി കേട്ടപ്പോഴേക്കും രേവതി ഒന്നുകൂടെ തകർന്നു പോവാണ്. കരഞ്ഞുകൊണ്ട് മുറിയിലോട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ അച്ഛ അമ്മ ഈ പറയുന്നത്? അമ്മയുടെ വർത്താനം, അമ്മയുടെ നാക്കുണ്ടെന്ന് പറഞ്ഞ് എന്തും വിളിച്ച് പറയാമെന്നാണോ? ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടെന്നാണോ അമ്മ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്ത് നല്ലത്? ഞങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചാൽ ഈ വീട്ടിൽ എന്ത് ദോഷമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. മക്കളെ തന്നെ വേർതിരിവോടെയാ നീ കണ്ടത്. ഇപ്പോൾ പേരക്കുട്ടികളുടെ അടുത്തും നീ ആ വേർതിരിവ് കാണിക്കാൻ പോകുവാണോ? അവളോട് പ്രസവിക്കരുതെന്ന് പറയാൻ നീ ആരാടി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. ആ പൂക്കാരിക്കൊരു കുഞ്ഞ് എന്ന് ചന്ദ്ര വീണ്ടും പറയാൻ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിർത്ത് ചന്ദ്രയെ, ഞാൻ വെറും ഒരു ഡ്രൈവറായിരുന്നു. ആ ഡ്രൈവറിൻ്റെ 3 മക്കളെയല്ലേ നീ പ്രസവിച്ചത്, എന്തിനാ പിന്നെ നീ പ്രസവിച്ചതെന്നൊക്കെ ചോദിച്ചു രവീന്ദ്രൻ വീണ്ടും ബഹളം വെക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട്, അമ്മേ സച്ചിയേട്ടനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്, അമ്മയുടെ മകനാ അപ്പോൾ പിന്നെ സച്ചിയേട്ടൻ്റെ മകനെ വേണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വേണ്ട ശ്രീകാന്തേ, എന്നെ ഇതുവരെ അമ്മ ഒരു മോനായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ മകനെയും അമ്മ അങ്ങനെയല്ലേ കാണത്തുള്ളൂ, എൻ്റെ ഗതി തന്നെ എൻ്റെ മകനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വിഷമിക്കുവാണ്. അത് കാണുമ്പോഴേക്കും രവീന്ദ്രനും സങ്കടവുമാണ്. കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല, അപ്പോഴേക്കും അമ്മ ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ കുഞ്ഞിനെ ഒരു വേണ്ടാത്തവനായിട്ടാണ് എൻ്റെ അമ്മ കാണുന്നത്, എന്നെപ്പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് കരയുവാണ്. വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ചന്ദ്രേ? നീ എന്താ ഇങ്ങനെ? നീ ഇനി എന്നാ നന്നാവുന്നേ? ഇനിയെങ്കിലും മക്കളെയും പേരക്കുട്ടികളൊക്കെ വേർതിരിച്ച് കാണുന്നതൊന്നും നിർത്ത് ചന്ദ്രേ, എല്ലാവരും ഒരുപോലെ കാണുന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രേ. രേവതിയാണെങ്കിൽ മുറിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. നമ്മുടെ വർഷയും സച്ചിയും കൂടിയൊക്കെ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും, ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ ആ സർജനെ കാണാൻ വേണ്ടി പോവാണ്, സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടി പോവാണ്, സച്ചിയും ദേവും രേവതിയും കൂടി. സച്ചി ഭയങ്കര പ്രതീക്ഷയിലാണ്, കാരണം ഈ ഡോക്ടർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി സച്ചിയും രേവതിയും കൂടി ഇരിക്കുവാണ്. എന്നിട്ട് സച്ചി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് ആ സർജറി ചെയ്താൽ ശരിയാവില്ലേ? ഡോക്ടർ റിപ്പോർട്ടൊക്കെ നോക്കിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ റിപ്പോർട്ടൊക്കെ നോക്കിയായിരുന്നു, ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് നോക്കണം, ആ സർജറിയിലൂടെ ആ ഫെലോപ്പിയൻ ട്യൂബിലെ നമുക്ക് ബ്ലോക്ക് മാറ്റിക്കളയാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഭാര്യ റെഡിയാവില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, ഈ നിങ്ങൾക്ക് വിഷമമാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയുക 50-50% ചാൻസേ ഉള്ളൂ. കാരണം ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ചില കേസസിൽ ആ ട്യൂബ് വീണ്ടും അടയുന്നതായി കണ്ടിട്ടുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ പണിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി വീണ്ടും കരയുവാണ്. അപ്പോൾ സർജറി ചെയ്താലും ഞാൻ ഓക്കെ ആവില്ലേ എന്നൊക്കെ ചോദിച്ച് രേവതി കരയുമ്പോഴേക്കും ഡോക്ടർ സമാധാനിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ആ അടപ്പ് ബ്ലോക്ക് മാറ്റി നോക്കാം, രേവതി വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട് ഡോക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. രേവതിക്കും സച്ചിക്കും അങ്ങനെ നോർമലായിട്ട് കുഞ്ഞില്ലെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, കുഞ്ഞുണ്ടാവില്ലെന്ന് ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാകെ തകർത്തിരിക്കുകയാണ് ഇവരെ. പക്ഷേ ഈ വിവരം ചന്ദ്ര അറിഞ്ഞിട്ടില്ല, അറിഞ്ഞെങ്കിൽ അവർ അതിൽ കൂടുതൽ സന്തോഷിച്ചാനേ. അപ്പോൾ സാധാരണ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രേവതിയുടെ ഇതൊക്കെ റെഡിയാവുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇനി വരുന്ന വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.